PM ശ്രീ പദ്ധതിയിൽ കേരളം ഇതുവരെ നയാ പൈസ വാങ്ങിയിട്ടില്ല എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊന്നും സ്വീകരിച്ച് UDF ആടിനെ പട്ടിയാക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ PM ശ്രീ ധാരണാപത്രം മരവിപ്പിച്ചത്. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ ശ്രമമെന്നും വി ശിവൻകുട്ടി ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നാണ്. കേരളം ഈ പദ്ധതി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നയാ പൈസ പോലും ഇതിനായി വാങ്ങിയിട്ടില്ല. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യ ഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ട് നിഷേധിച്ചപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആനുകൂല്യങ്ങൾ നൽകിയത്. ഇതാണ് സത്യമെന്നിരിക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് ഇവർ സ്വീകരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, ഈ PM ശ്രീ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ UDF എത്തി നിൽക്കുന്നുണ്ട്. മുമ്പ് LDF ആയിരുന്നു ആ അവസ്ഥയിലുണ്ടായിരുന്നത്. ആ തീരുമാനം പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. പിന്നീട് അത് മരവിപ്പിക്കുന്ന നിലയിലേക്ക് LDF സർക്കാർ പോയതുമാണ്. ഇപ്പോൾ എന്താണ് പുതിയ വിവാദത്തിൻ്റെ കാതൽ? എന്താണ് വിശദാംശം? ഹർഷൻ, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഭരണം മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഒരു റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ചുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഡയറക്ടർ നൽകിയിട്ടുണ്ടായിരുന്നത്. പദ്ധതിയുമായി മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമേ ഫണ്ട് ലഭിക്കുകയുള്ളെന്നും മാത്രമല്ല ഈ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് പകരം SCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നടത്താമെന്നുള്ളൊരു കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദം നിലനിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ LDF സർക്കാർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF സർക്കാർ ഈ പദ്ധതിയെ നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കേന്ദ്ര BJP സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അത്തരമൊരു നയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നുമായിരുന്നു അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് UDF സർക്കാർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ UDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PM ശ്രീ പദ്ധതിയുമായി വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് കണ്ടപ്പോൾ മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പണം കൈപ്പറ്റിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു കാര്യം വാസ്തവമല്ല എന്നുള്ളൊരു കാര്യമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ SSK പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫണ്ടും ഇതുവരെയും സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ല. അതായത് സർവശിക്ഷ അഭിയാൻ കേരളയ്ക്ക് കീഴിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏകദേശം സംസ്ഥാനത്ത് 265 തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളാണ് ഉള്ളത്. അതിൽ ഓരോ സ്കൂളുകൾക്കും 1 കോടി വീതമാണ് ഒരു വർഷം ലഭിക്കുന്നത്. അങ്ങനെ 5 വർഷത്തേക്ക് 5 കോടി രൂപ എന്നുള്ള രീതിയിലാണ് അതിന് ഫണ്ട് ലഭിക്കുക. എന്നാൽ അത്തരം ഒരു ഫണ്ട് ഇതുവരെയും സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ല. അത്തരം ഷംസുദ്ദീൻ അടക്കമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചിരിക്കുന്ന ആ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പൊള്ളയാണെന്നുള്ളൊരു കാര്യമാണ് വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് LDF സർക്കാർ സ്വീകരിച്ച നിലപാട് അതേ നിലപാട് തന്നെയായിരിക്കും ഇനിയും സ്വീകരിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അതായത് UDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ മാത്രമല്ല CPM അടക്കം വിഷയം ഏറ്റുകൊണ്ട് വലിയ പ്രതിഷേധ സ്വരം ഉയർത്തുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെയാണ് CPI കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലും ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് LDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയ സമയത്ത് വലിയ എതിർസ്വരം ഉയർത്തിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു LDFിലെ ഘടകകക്ഷി കൂടിയായിട്ടുള്ള CPI. അന്ന് CPIയുടെ
കടുത്ത എതിർപ്പിനെ തുടർന്നായിരുന്നു ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനായി CPIM-ഉം സർക്കാരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ UDF സർക്കാരും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുള്ള കാര്യം UDF സർക്കാരും പറയുന്നുണ്ട്. ഏതായാലും ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർക്കുകയും വീണ്ടും ഭരണപക്ഷത്തെത്തി അല്ലെങ്കിൽ അധികാരത്തിലെത്തിയ സമയത്ത് പദ്ധതി അന്ന് എതിർത്തിരുന്ന അതേ പദ്ധതി വീണ്ടും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് UDF-ന്റെ ഭാഗത്തു നിന്നും ഒരു പച്ചക്കൊടി ഉണ്ടാകുന്നു. മന്ത്രിസഭ കൂടി ഇനി തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും പദ്ധതിയുമായി മുന്നോട്ട് പോകുക. പക്ഷേ നിലവിൽ അതിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDF സർക്കാർ തീരുമാനിക്കുന്നത്. മാത്രമല്ല അന്ന് പ്രതിഷേധ സ്വരം ഉയർത്തിയ യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളും ഇപ്പോൾ PM-ശ്രീ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു വൈരുദ്ധ്യമായുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഹർഷൻ.